ഹലോ, ഗുഡ് മോർണിംഗ് സാർ. സാർ, നമ്മൾ മൂത്രത്തിൽ യൂറിയ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂറിയ അടങ്ങിയ മൂത്രം കുടിക്കുമ്പോൾ രക്തത്തിൽ യൂറിയൻ്റെ അളവ് വർദ്ധിക്കില്ലേ? അപ്പോൾ അത് നമുക്ക് ഹാനികരമാവുകയും ചെയ്യില്ലേ? ഈ സംശയത്തിന് മറുപടി എന്താണെന്ന് വിശദീകരിക്കാമോ? മൂത്രത്തിൽ 95% ജലമാണ്. ബാക്കിയുള്ള 5%-ൽ 3100 ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പകുതിയും യൂറിയയാണ്. നാം ഒഴിച്ച മൂത്രം വീണ്ടും കുടിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ യൂറിയയുടെ അളവ് അമിതമായി തീരുമോ എന്നാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യം യൂറിയയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഘടകങ്ങളെക്കുറിച്ചും ഉന്നയിക്കാവുന്നതാണ്. രക്തത്തിൽ അധികമായുള്ള പൊട്ടാസ്യമാണ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നതെങ്കിൽ മൂത്രമൊഴിക്കുന്ന ആൾ പൊട്ടാസ്യം ധാരാളമുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഹാനികരമാവില്ലേ എന്നും ഇതുപോലെ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ മൂത്രമൊഴിക്കുന്ന ആൾക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരേണ്ടി വരും. യൂറിയയെക്കുറിച്ചുള്ള പഴയ വിശ്വാസത്തിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. യൂറിയയ്ക്ക് വിഷാംശത്തെ ദൂരീകരിക്കാൻ കഴിവുണ്ടെന്നും അത് ഇൻഫെക്ഷനെതിരെ ഒരു ആന്റിബയോട്ടിക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂത്രം കുടിക്കുമ്പോൾ അതിലുള്ള യൂറിയ റീസൈക്കിൾ ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായി അമിതമായുള്ള യൂറിയയെ സമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. യൂറിൻ തെറാപ്പിയിലൂടെ കിഡ്നി രോഗികളിൽ കൂടുതലുള്ള യൂറിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുള്ളതായി തെളിവുണ്ട്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ADH പോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനവും രക്തത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുകയും യൂറിയ സാന്ദ്രതയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ നടക്കുന്ന സങ്കീർണമായ ഉപാപചയ പ്രവർത്തനങ്ങളും മൂത്രത്തിലടങ്ങിയ ആയിരക്കണക്കായ പോഷക പദാർത്ഥങ്ങളുടെ പുനരാകിരണവും അവയുടെ പ്രവർത്തനവും എല്ലാം ചേർന്ന് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഊർജിതമാവുകയല്ലാതെ മൂത്രപാനം മറ്റ് ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതിന് തെളിവാണ് 50 വർഷത്തിലേറെക്കാലം തുടർച്ചയായിട്ട് മൂത്രപാനം ചെയ്തിട്ടുള്ള മൊറാർജി ദേശായി, 40-ലേറെ വർഷക്കാലം മൂത്രപാനം ചെയ്ത ഡോക്ടർ PK വാരിയർ തുടങ്ങിയ പ്രഗത്ഭർ. അവര് ദീർഘായുഷ്മാക്കളും രോഗമില്ലാത്തവരുമായിരുന്നു മരണസമയത്ത് പോലും എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂത്രം കുടിക്കുമ്പോൾ കുടലിൽ നിന്ന് തന്നെ യൂറിയ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെട്ട യൂറിയ കരൾ, വൃക്കകൾ, പേശികൾ എന്നിവിടങ്ങളിൽ ഉപയുക്തമാക്കപ്പെടുന്നുണ്ട്. പ്രോട്ടീൻ സംശ്ലേഷണം, ഊർജോൽപാദനം, ആന്റി ഓക്സിഡന്റായുള്ള പ്രവർത്തനം, അതായത് ക്യാൻസറിനൊക്കെ എതിരെയുള്ള പ്രവർത്തനം, വ്രണമുണക്കൽ തുടങ്ങി പല പ്രവർത്തനങ്ങൾക്കായി യൂറിയ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോശങ്ങൾക്ക് യൂറിയയെ റീസൈക്കിൾ ചെയ്യാൻ കഴിയും. യൂറിയയെ അമിനോ ആസിഡാക്കി മാറ്റാൻ കഴിയും. അത് വീണ്ടും പ്രോട്ടീൻ സംശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോ മൂത്രപാനം ചെയ്യുമ്പോൾ യൂറിയ ഉൾപ്പെടെ ആയിരക്കണക്കിന് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം.